വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ വെച്ചിട്ടുള്ള ഒരു മഞ്ചൂറിയൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. മഞ്ചൂറിയന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ക്യാപ്സിക്കവും ഒരു ഉള്ളിയാണ് എടുത്തത്. അത് ഞാൻ ഇങ്ങനെ ക്യൂബ് സൈസിലാണ് അരിഞ്ഞു വെച്ചത്. പിന്നെ ഒരു 6-7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിയണം. പിന്നെ കോൺഫ്ലോർ ആവശ്യമാണ്. അതുപോലെ സോയാ സോസും ടൊമാറ്റോ സോസും ആവശ്യമുണ്ട്. അപ്പൊ നോക്കാം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ഉപ്പും. ഇനി നമുക്കിവ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇളം ചൂടുവെള്ളത്തിൽ നമുക്കൊന്ന് ഇത് കലക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ലൂസ് ആക്കിയാൽ മതി, അല്ലാതെ ലൂസ് ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച പനീർ ക്യൂബ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് ഒരു 15-20 മിനിറ്റ് ഇതിൽ വെക്കാം. ഏകദേശം ഒരു 20-25 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പനീർ ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഉള്ളിയും ക്യാപ്സിക്കം ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഉള്ളി വഴറ്റിയെടുക്കാം. ഉള്ളി വല്ലാതെ വഴറ്റേണ്ട ആവശ്യമില്ല, ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയാൽ മതി. ഉള്ളി വഴറ്റുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ചൂടായ വെള്ളത്തിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായി കലക്കിയെടുക്കാം. വെള്ളം തിളക്കേണ്ട ആവശ്യമില്ല, ചൂടായാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി 2 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാം. ക്യാപ്സിക്കം വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ കലക്കി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി ഇതിലേക്ക് പനീർ ചേർക്കാവുന്നതാണ്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് വെക്കേണ്ട ആവശ്യമുണ്ട്. കോൺഫ്ലോർ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് ഇത് കറി നല്ലോണം തിക്കായി മാറുന്നുണ്ട്. അപ്പം കുറച്ചും കൂടി ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് നല്ലോണം വേണ്ടവരാണെങ്കിൽ ഇതിലേക്ക് മുളക് പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. അങ്ങനെ പനീർ മഞ്ചൂറിയൻ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിക്കൊപ്പമോ ചോറിനൊപ്പോ കഴിക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.